ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. 4 വിക്കറ്റിനാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വിരാട് കോഹ്ലിയുടെയും ഋതുരാജിന്റെയും 2 സെഞ്ചുറികളും പാഴായി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ. 14 റൺസെടുത്ത് രോഹിത് ശർമ്മയും 22 റൺസെടുത്ത് ജയ്സ്വാളും മടങ്ങിയപ്പോൾ ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്താൻ സഹായിച്ചത് വിരാട് കോഹ്ലിയുടെയും ഋതുരാജിന്റെയും സെഞ്ചുറിയായിരുന്നു. 195 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും കൂടി ഇന്ത്യക്ക് സമ്മാനിച്ചത്. 93 പന്തിൽ 102 റൺസെടുത്ത് വിരാട് കോഹ്ലിയും 83 പന്തിൽ 105 റൺസെടുത്ത് ഋതുരാജും മടങ്ങി. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് 66 റൺസ് നേടിയ KL രാഹുലും മികച്ച പ്രകടനമാണ് നടത്തിയത്. അങ്ങനെ 358 റൺസാണ് ഇന്ത്യ ആദ്യ ബാറ്റിംഗിൽ നേടിയത്. എന്നാൽ ഇന്ത്യയുടെ ബോളിംഗ് അപ്പാടെ മോശമായിരുന്നു. അവസാന ഓവറിൽ 4 പന്ത് ബാക്കി നിൽക്കെ തന്നെ അത്രയും വലിയ സ്കോർ സൗത്ത് ആഫ്രിക്ക മറികടക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടി മാർക്രമും ഹാഫ് സെഞ്ചുറിയുമായി ബ്രീഡ്സ്കയും ഡിവാൾഡ് ബ്രേവിസും കളം നിറഞ്ഞു നിന്നു. ഇന്ത്യയുടെ ബൗളിംഗിൽ ഒരുപാട് പോരായ്മകളുണ്ട്. എന്തായാലും അടുത്ത മത്സരം ഡിസംബർ 6-നാണ്. അത് ഇന്ത്യക്ക് നിർണായകമായ മത്സരമാണ്.